നിങ്ങളുടെ മകൾ നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന മോളെ നിങ്ങൾ ഇതുവരെ എങ്ങനെയാണോ നിങ്ങൾ പോറ്റി വളർത്തിയത് ആ രൂപത്തിൽ ഞാൻ നോക്കാൻ റെഡിയാണ്. ഓക്കെ, അൽഹംദുലില്ലാഹ്. അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. ഇത് ഒരു ഇബാദത്താണ്. നിക്കാഹ് എന്ന് പറയുമ്പോൾ ഒരു ഇബാദത്താണ്. ഇത് മസിൽ പിടിച്ച് പറയേണ്ട കാര്യമല്ല. നല്ല സന്തോഷത്തോടെ ആണ് ഈ ഒരു ഇടപാട് നടക്കുന്നത്. ഒരു ഇടപാടാണ്. എന്നാൽ നിസ്കാരം ഇബാദത്താണ്. പക്ഷെ നിസ്കാരത്തിൽ ചിരിയും കളിയും തമാശയൊന്നുമില്ല. ഒരു പ്രത്യേകമായ സംഭാഷണമാണ്. ഹജ്ജ് മറ്റൊന്നാണ്. ഹജ്ജിൽ നമ്മള് കഴിഞ്ഞ വർഷം ഹജ്ജിന് മിനായിൽ ജംറ എറിയാൻ 52 ഡിഗ്രി ചൂടത്താണ് 12 കിലോമീറ്റർ നടന്നത്. ഒരാൾ പറയാം ഞാൻ ഇവിടെ തമ്പുപുത്രക്ക് എറിയില്ലാന്ന് പറ്റൂല, എറിഞ്ഞേ തീരോ നടന്നേ തീരോ, ഒരു രക്ഷയില്ല. സഫാ മറുവക്കടയിൽ നടക്കണം, കുറച്ച് ആ പച്ച കത്തിയതിന്റെ ഇടയിൽ ഒന്ന് സ്പീഡ് നടക്കണം. ഞാന് നടക്കൂലാറിയാൻ പറ്റൂല, അത് നടന്നേ പറ്റൂ. അത് മറ്റൊന്ന് അവിടെ അടങ്ങിയിരിക്കേണ്ട സമയമല്ല, ഓടേണ്ട സമയം ഉണ്ടാവും, നടക്കേണ്ട സമയം ഉണ്ടാവും. ഇങ്ങനെ പ്രത്യേകമായ ഓരോ ഇബാദത്തുകൾക്കും പ്രത്യേകമായ രൂപങ്ങളുണ്ട്. നിക്കാഹ് എന്ന് പറയുമ്പോൾ ഇതൊരു ഇബാദത്താണ്. ഈ ഇബാദത്തിനെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും നിക്കാഹ് കഴിഞ്ഞിട്ടും ഇരു കുടുംബങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ അൽഹംദുലില്ലാഹ് സുന്ദരമായ രൂപത്തിലാണ് ഇവിടെ നിക്കാഹിന് ഖുത്ബ നിർവഹിച്ചു, പ്രാർത്ഥിച്ചു. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നവദമ്പതിമാർക്ക് നൽകിയ സുന്ദരമായ ഗിഫ്റ്റാണ്. ഈത്തപ്പഴമല്ല, അണ്ടിപ്പരിപ്പല്ല, മുന്തിരിയല്ല, റോസ്റ്റൊന്നുമല്ല. ഇതാണ് അവിടെ നൽകിയ വലിയ സുന്ദരമായ ഒരു ഗിഫ്റ്റ്. അതുകൊണ്ട് ഇതിന് ശേഷം ഈ ഒരു ഇബാദത്തിനെ തടസ്സപ്പെടുത്തുന്ന വല്ല അമലും ഇരു കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത്തഹിയ്യാത്തിൽ ഉളുഹ് പോയതുപോലെയാണ്. പിന്നെ അങ്ങോട്ട് മടക്കി ചെയ്യണമെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് സന്തോഷത്തോടെ കുടുംബ ജീവിതത്തിൽ പൊട്ടലുകളും ചീറ്റലുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ വരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമായാണ് പിന്നീട് നമ്മളെ കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഭാഗം വിട്ടുവീഴ്ചയാണ്. പ്രിയപ്പെട്ട നഫീസത്തുൽ മിസ്രിയുടെ മുമ്പിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് കടന്നു വരുന്ന ഷഹിൻസ ഇങ്ങനെയാവണം, അങ്ങനെയാവണം, ആ കാറിൽ പോവണം, ഈ കാറിൽ പോവണം, ആ ബുള്ളറ്റുമോ പോകണം, ഈ ബുള്ളറ്റുമോ പോകണം, iPhone 16 വാങ്ങിത്തരണം എന്നൊക്കെ ഒരു ആഗ്രഹം ഒക്കെ ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ നടന്നുകൊള്ളണം എന്നില്ല. എന്നതുപോലെ തന്നെ ഷഹിൻസയുടെ മുമ്പിലുമുണ്ട് എനിക്ക് വധുവായി കടന്നു വരുന്ന നഫീസത്തുൽ മിസ്രിയ ഇങ്ങനെയാവണം, അങ്ങനെയാവണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളോളം മുമ്പിലുണ്ടാവും. ഇത് രണ്ടും പൂർണ്ണമായി നടക്കൂല. ഇനി എനിക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ച കുറെ കോമ്പ് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ ഓരോട് ചോദിച്ചാൽ മതി തങ്ങൾ പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ ആർക്ക് അങ്ങനത്തിന് അങ്ങായി അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവാണ്. ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാതെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞ പോലെ ഓള് പറഞ്ഞ പോലെ ആരെയാകണം, അവിടെയാണ് പലപ്പോഴും പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ബെഡ്റൂമിൽ വെച്ചുകൊണ്ട് തന്നെ അതെല്ലാം തീരാൻ കഴിയണം. ബഹുമാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പൊന്നാര മകളെ വിവാഹം കഴിക്കുന്നത് ആർക്കാണ്? അലി റളിയല്ലാഹു അൻഹു. ലോകത്ത് നടന്ന നിക്കാഹുകളിൽ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ നിക്കാഹ് പ്രിയപ്പെട്ട മുത്തനബിയുടെ മോളതാണ്. ഇനി അതിലും വലുത പ്രൗഢമായ ഒരു നിക്കാഹ് നടക്കാനില്ല. സന്തോഷത്തോടുകൂടി അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയും ജീവിക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം ഫാത്തിമ ബീവിക്ക് ഗർഭിണിയായി. ഫാത്തിമ ബീവി ഗർഭിണിയായപ്പോ സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ ഗർഭിണിയാകുമ്പോ 3 മാസത്തിന്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. ഒന്നിരിക്കൽ പച്ചമാങ്ങ വേണ്ടി വരും, പുളിയച്ചാറ് വേണ്ടി വരും, അങ്ങനെയൊക്കെയായിരുന്നു പഴയ കാലത്തൊക്കെ. ഇപ്പൊ പിന്നെ അൽഫാമും ബ്രോസൊക്കെ ചോദിക്കാം. എന്നാൽ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി വിവാഹം കഴിച്ച ആ ഗർഭിണിയാകുന്ന സമയത്ത് അതൊന്നല്ല ചോദിച്ചത്, നല്ല ഈത്തപ്പഴം വേണം. ആ ഈത്തപ്പഴത്തിനൊരു നിബന്ധനയുണ്ട്, നല്ല തേനൊലിക്കുന്ന മധുരം വേണം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു മുത്തനബിന്റെ പുന്നാര മോള് ഫസ്റ്റ് ഒരു ഗർഭിണിയാകുമ്പോൾ ഒരു വിഷയം പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് എന്നേക്കും ഒരു പ്രയാസം വരും. ഏതായാലും ഈത്തപ്പഴം എല്ലാം കിട്ടുക നല്ല ചൂട് കാലത്താണ്. എല്ലാ ഈത്തപ്പഴങ്ങളും എല്ലാ സമയത്തും കിട്ടുകയില്ല. ഏതായാലും ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ച് പോക്കറ്റിൽ നോക്കുമ്പോൾ പൈസ ഒന്നും കാണാനില്ല. ഉടനെ കയ്യിലുണ്ടാകുന്ന പടയെങ്കിൽ പണയം വെച്ച് അതുകൊണ്ട് നല്ല ഈത്തപ്പഴം വാങ്ങി ഇങ്ങനെ വരികയാണ്. ടൗണിൽ വെച്ചുകൊണ്ടൊന്ന് സ്പീഡിൽ നടന്നപ്പോ കൂട്ടുകാരൻ ചോദിച്ചു, അലി എവിടത്തേക്കാണ് നിങ്ങൾ പോകുന്നത്? സാധാരണ നടക്കുന്നത് പോലെ അല്ലല്ലോ നടക്കുന്നത്. വീട്ടിൽ വല്ല അപകടങ്ങൾ സംഭവിച്ചോ? ഇല്ല, ഒന്നുമില്ല. എന്നാലും എന്തോ ഒന്നുണ്ട്. ഇല്ല, എന്നാലും എന്തോ ഉണ്ട്. എന്റെ ഭാര്യ ഗർഭിണിയാണ്.
അതുകൊണ്ട് അവളുടെ ആഗ്രഹമുണ്ട്, അത് മുത്തുനബിന്റെ മോളാണല്ലോ, ഈത്തപ്പഴം കൊണ്ടുവരാൻ. ഞാൻ ആ ഈത്തപ്പഴം കൊണ്ടുപോവുകയാണ്. ഉടനെ ഇവര് പറഞ്ഞു, അലി ഞങ്ങൾ 3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചില്ല, ഈത്തപ്പഴം ഇങ്ങുതാ. ഉടനെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അത് കൊടുത്തു. ശൂന്യമായ കയ്യുമായി ഫാത്തിമ ബീവിയുടെ അടുക്കൽ എത്തുകയാണ്. നമ്മുടെ ഭാര്യമാരത്തേക്ക് നമ്മളൊരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് കൊണ്ടകാതെ പോയാൽ അങ്ങനെ ഉണ്ടാവും, ഒരു ഡയലോഗ് ഉണ്ടാവും അല്ലേ? അല്ല, ഒപ്പം നിങ്ങളുടെ വരുമ്പോ തന്നെ കുറച്ച് മല്ലിച്ചപ്പും പൊതിനൊക്കെ കൊണ്ടുവരാൻ നിങ്ങളൊരു വരുന്ന വൈകുന്നേരം മറന്നുപോയാൽ നമ്മളെ ഭാര്യക്ക് ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ അങ്ങനെ തന്നെയാണ്. എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിരുന്ന് വരുന്നത് പറഞ്ഞാൽ ഒക്കെ നിങ്ങൾ മറക്കും, നിങ്ങളെ വരിന്ന് ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം റെഡിയാണ് എന്നൊക്കെ പറയും. പിന്നെ ഡെയിലി ഓരോരുത്തർ കേൾക്കണായതുകൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് ഉച്ചക്ക് കേട്ടത് കൂടെ കഴിച്ചു കൊടുത്താൽ മതി. ഏതായാലും ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ഒന്നും മിണ്ടിയില്ല. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ഇങ്ങനെ വന്നപ്പോ അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒന്നുമില്ല. സലാം പറഞ്ഞു, സലാം അടക്കി രണ്ടുപേരും അങ്ങനെ വീട്ടിലുണ്ടാകുന്ന ഗോതമ്പ് മാവ് കുഴച്ച് നല്ല ചപ്പാത്തി ഉണ്ടായി രണ്ടുപേരും കഴിക്കുകയാണ്. കഴിക്കുമ്പോ അലി റളിയല്ലാഹുവിന് ഭയങ്കര പേടിയുണ്ട്. ഫാത്തിമ ഇപ്പൊ ചോദിക്കുക, പക്ഷെ ചോദിച്ചില്ല. കുറെ കഴിഞ്ഞപ്പോ അലി റളിയല്ലാഹു അങ്ങോട്ട് ചോദിച്ചു, ഫാത്തിമ നിങ്ങൾ എന്നെ ഈത്തപ്പഴത്തിന് പറഞ്ഞു വെച്ചതല്ലായിരുന്നോ? പക്ഷെ ഈത്തപ്പഴം ഇല്ലാതെ ഞാൻ വന്നിട്ട് നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? ഉടനെ അവിടുന്ന് മറുപടി പറഞ്ഞു. ആ മറുപടിയാണ് പ്രിയപ്പെട്ട നഫീസത്തുൽ മിസ്രിയുടെ കുടുംബത്തിനോടും ഷഹിൻഷയോടും അവിടുത്തെ കുടുംബത്തോടും പറയാനുള്ളത്. ഫാത്തിമാവി പറഞ്ഞു, അലി നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നിരിക്കൽ ഈത്തപ്പഴം കിട്ടിയിട്ടില്ല, ഇല്ലെങ്കിൽ കിട്ടിയ ഈത്തപ്പഴം ആർക്കെങ്കിലും ഒക്കെ സംഭാവന കൊടുത്തിട്ടുണ്ടാവും. ഞാനത് നിങ്ങളോട് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു തട്ടുത്തരങ്ങൾ പറയുമ്പോ ഞാൻ നോക്കിക്കൂല, ഞാൻ അങ്ങോട്ടും പറയും. രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോ നമ്മുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനതിന് പ്രയാസം വരുമെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. എത്ര സുന്ദരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിന്റെ പേരിൽ പരസ്പരം ക്രാച്ച് വെക്കുന്ന ഒരു സംസാരം രണ്ടിലൊന്നും ഉണ്ടാവരുത്. അതെല്ലാം ആ സമയത്ത് തന്നെ ബെഡ്റൂമിൽ വെച്ചുകൊണ്ട് തീർക്കാൻ കഴിയണം. ഇവിടെ വിവാഹം കഴിഞ്ഞ് ചിലപ്പോൾ ഒരുപാട് മാമൂലുകൾ വരും. 2-3 പൊരി കൂടലോ പാലിയച്ചലൊക്കെ ഉള്ള പറയും. ഒരു സ്ഥലത്തേക്ക് ചിലപ്പം പിടിച്ചു കൊണ്ടേ കൊടുക്കേണ്ടി വരും, ഒരു സ്ഥലത്ത് അൾമറ കൊണ്ടേ കൊടുക്കേണ്ടി വരും, അങ്ങനെ പല സാധനം കൊണ്ടുപോണ്ടി വരും. പക്ഷെ ഇവന്റെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുമ്പോൾ ഈ ഭാര്യയോട് എന്താ നിങ്ങൾ രണ്ടുപേരും കണ്ടില്ലല്ലോ, കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങളെ മറന്നോ? ഒന്നുമല്ല. അവിടെ നല്ല ഒരു ഭാര്യയാണെങ്കിൽ മറുപടി പറയാം, ഇൻഷാ സംഗതി പൈസ ഇല്ലാത്തതുകൊണ്ട് പോകാതിരുന്നാണ്. അവിടെ നല്ലൊരു ഭാര്യയാണെങ്കിൽ പറയും, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട്, ഞങ്ങൾ വരുമ്പോ വിളിച്ചേ വരുള്ളൂ, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരും. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഒരു തിരക്കായതുകൊണ്ട് ഒരുപാട് സൽക്കാരങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വരുത്തിപ്പെടാതിരുന്നത് എന്ന് നല്ല ഒരു ഭാര്യയാണെങ്കിൽ അവർ രണ്ടുപേരുടെ ഇടയിലുള്ള ആ രഹസ്യത്തിനെ ഒതുക്കി ജീവിക്കാൻ കഴിയും. അതല്ലാത്ത ഒരാളാണെങ്കിൽ പറയും, അതിന്റെ വർത്താനൊന്നും പറയണ്ട, എന്നെ കല്യാണം കഴിച്ച സ്ഥലത്ത് ഇപ്പോൾ വൈഫൈ എന്നെ ക്ലിയർ ഇല്ല, അങ്ങനത്തെ സ്ഥലത്തൊക്കെ വിട്ടുകണം, പിന്നെ അവിടുത്തെ കഥ പറയണോ എന്ന് പറഞ്ഞാൽ രണ്ടാളെ മോശാക്കി. ഇവിടെയാണ് കുടുംബ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് പഠിച്ചെടുത്ത ധാർമ്മികത മുമ്പിൽ വെച്ചുകൊണ്ട് രണ്ട് കുടുംബവും മുന്നോട്ടിൽ പോവാൻ തയ്യാറാവണം. അതാണ് നിക്കാഹിലൂടെ സൂചിപ്പിക്കുന്നത്. ഇംസാകും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. എത്ര സുന്ദരമാകുന്ന 2 വചനങ്ങളിലൂടെയാണ് ജീവിതത്തിന്റെ തുടക്കം മുതൽ അന്ത്യം വരെ ഉൾക്കൊള്ളുന്ന ഒരുപാട് വാചകങ്ങൾ ഉൾപ്പിച്ച 2 വാചകങ്ങൾ ഉൾപ്പിച്ചുള്ള അല്ലാഹു തആല രണ്ടുപേരിലും 2 കുടുംബത്തിലും അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ